NH-266 ബന്ദിപ്പൂരിലെ വനഭാഗത്തുള്ള വർഷങ്ങൾ നീണ്ട രാത്രി യാത്രാ വിലക്കിന് പരിഹാര നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ 6 വരി തുരങ്കപാത നിർമ്മിക്കാനായി വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകി. ഇതോടെ ഏറെ പ്രതീക്ഷയിലാണ് രാത്രി യാത്രാ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട സംഘടനകൾ. നേരത്തെ ബന്ദിപ്പൂരിലേക്ക് മേൽപ്പാതയോ ബദൽപാതയോ നിർമ്മിക്കാനായിരുന്നു കേരളത്തിന്റെ നിർദ്ദേശം. എന്നാൽ ഇത് കേന്ദ്രവും കർണാടകയും പരിഗണിച്ചില്ല. തുരങ്കപാത നിർമ്മിച്ചാൽ വന്യജീവി സഞ്ചാരം സുഖമാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിന് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയതോടെ ഏറെ പ്രതീക്ഷയിലാണ് രാത്രിയാത്രാ നിരോധനം പരിഹരിക്കാനും നെഞ്ചങ്കോട് റെയിൽവേ പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്ത വിവിധ സംഘടനകളും. തുരങ്കപാത പ്രാവർത്തികമായാൽ വയനാട്, ബാംഗ്ലൂർ, മൈസൂർ വഴിയുള്ള യാത്രയ്ക്ക് രാത്രിയാത്രാ നിരോധനം മറികടക്കാൻ കഴിയും. 2009 മുതൽ നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽ റോഡ് ആക്ഷൻ കമ്മിറ്റി ഈ ആവശ്യവുമായി രംഗത്തുണ്ട്. വിഷയത്തിൽ സുപ്രീം കോടതിയിലും കക്ഷി ചേർന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശം വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്. ഇപ്പോഴത്തെ പുതിയ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇതിനെ 100% അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, എത്രയും നടപ്പാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. 15 വർഷക്കാലമായി ഞാൻ ഇത് അടഞ്ഞുപോയിട്ട് ഇനി ഇങ്ങനെ ഒരു സുപ്രഭാതത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതെന്തായാലും നടക്കുന്നതന്നെയാണ് വിശ്വാസം. അതൊപ്പം തന്നെ കേരള ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. 2009 മുതൽ NH ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നു NH-776 രാത്രിയാത്രാ നിരോധനത്തിന് ശാശ്വത പരിഹാരം ബദൽ റോഡാണ് എന്നുള്ളത്. അതിന് ടണൽ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ്, ഫ്ലൈ ഓവർ എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയും അന്ന് മുതലേ ഗവൺമെൻറ് മുമ്പിൽ, പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അന്നൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും ഇതിനോട് സഹകരിക്കുന്നൊരു സമീപനമായിരുന്നില്ല സ്വീകരിച്ചത്. മറിച്ച് ഇപ്പോൾ 13.5 വർഷത്തിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ ആ പ്രപ്പോസൽ അംഗീകരിച്ചിരിക്കുകയാണ്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ വർഷങ്ങളായുള്ള കർണാടക, കേരള സംസ്ഥാനങ്ങളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ വ്യാപാര ബന്ധങ്ങളും ചരക്കുനീക്കങ്ങളും IT മേഖലകളിലെ വ്യവസായ പദ്ധതികളും കാര്യക്ഷമമാകും. ഡൽഹിയിൽ വെച്ച് ജോൺ ബ്രിട്ടാസ് MP-യോടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തുരങ്കപാത നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചത്. ഹുൻസൂർ ഗോണിക്കുപ്പ മാനന്തവാടി, ഹുൻസൂർ ഗോണിക്കുപ്പ കുട്ടവഴി മാനന്തവാടിയിലെത്തുന്ന ബദൽ പാത എന്നിവ പരിഗണിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് മലയാളം, വയനാട്.